നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മനസ്സ, വീണ്ടും എനിക്കൊരു അമ്മയാവാൻ കഴിയുന്ന ആരും പ്രതീക്ഷിച്ചില്ല. ഇവിടെയാ നമ്മളെല്ലാം ദൈവത്തിനോട് എത്ര നന്ദി പറഞ്ഞാലും മതി വരാത്തത്. നിന്റെ മനസ്സിലിപ്പോ എന്താന്ന് ഞാൻ പറയട്ടെ. ഞങ്ങൾക്കൊരു കുഞ്ഞിനെ ഈശ്വരൻ തന്നപ്പോ നീ പ്രസവിക്കുന്ന കുഞ്ഞിന്റെ അവസ്ഥ എന്തായിരിക്കുന്നല്ലേ? അക്കാര്യത്തില് നിനക്കൊരു സംശയം വേണ്ട. നീ പ്രസവിക്കുന്നതും എന്റെയും സൂര്യയുടെയും കുഞ്ഞിനെയാ. ഞങ്ങൾ ആ കുഞ്ഞിനെ 2 കൈ നീട്ടി സ്വീകരിക്കും. അതെ മനസ്സ, ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ആരും കരുതിയതല്ലോ. ഇപ്പോഴും നിന്റെ ഭാവിയുടെ കാര്യത്തിലേ ഞങ്ങൾക്ക് ആശങ്കയുള്ളൂ. ഞങ്ങളുടെ കുഞ്ഞിന് നീ ജന്മം കൊടുത്തു എന്ന് കരുതി ആ കുഞ്ഞൊരിക്കലും നിന്റെ ജീവിതത്തിൽ ഒരു ബാധ്യതയാവാൻ പാടില്ല. അങ്ങനെയുള്ള ടെൻഷനൊന്നും എനിക്കില്ല. ഞാൻ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഈ കുഞ്ഞിന് ജന്മം കൊടുക്കാൻ തയ്യാറായത്. അതുകൊണ്ട് എനിക്കിതൊരിക്കലും ഒരു ബാധ്യതയായിട്ട് തോന്നില്ല സൂര്യ. നീ ചിന്തിക്കും പോലെയൊന്നും മറ്റാരും ചിന്തിക്കില്ല മനസ്സ. ഇപ്പൊ തന്നെ നിന്റെ അച്ഛനും അമ്മയും 2 കൽപ്പിച്ചാ ഇറങ്ങിയിരിക്കുന്നത്. എന്നോട് അവര് കാണിച്ചത് ചതിയാണെങ്കിലും നിന്റെ കാര്യത്തിൽ അവര് കാണിക്കുന്ന ഉത്തരവാദിത്തം ഒരിക്കലും തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. നിന്നെ കൊണ്ട് ഇങ്ങനൊരു കാര്യം ഞങ്ങൾ എല്ലാവരും കൂടി നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചെന്നേ അവര് വിശ്വസിക്കൂ. ഭാവനെ അവര് വിശ്വസിക്കട്ടെ. എന്റെ അച്ഛനും അമ്മയും എന്തിനാ ഭാവനയോട് അങ്ങനെ ഒരു ചതി ചെയ്ത്? അതുകൊണ്ടല്ലേ എനിക്ക് ഇങ്ങനെ ഒരു ചിന്തയുണ്ടായത്. അപ്പോ അവര് തന്നെ എല്ലാത്തിനും കാരണക്കാര്. ഒരിക്കലും തിരുത്താൻ പറ്റാത്ത 2 ജന്മങ്ങളാ നിന്റെ അമ്മയച്ഛനും. ഇനി എന്താ അവരുടെ അടുത്ത പ്ലാൻ എന്നൊന്നും പറയാൻ പറ്റില്ല. അച്ഛന്റെ അമ്മയുടെയും പ്ലാൻ എന്തായാലും അത് നടക്കാൻ പോകുന്നില്ല സൂര്യ. അവരിനി എങ്ങനെയൊക്കെ ശ്രമിച്ചാലും എന്റെ മനസ്സ് മാറാനും പോകുന്നില്ല. മനസ്സ, നീ കരുതുന്ന പോലെ ആവില്ല ഇനി മുമ്പോട്ടുള്ള ദിവസങ്ങള്. അത് നിനക്കും ഞങ്ങൾക്കും വളരെ നിർണായകമാണ്. ഇവിടെ നീ ഒരു അവിവാഹിതയായ പെണ്ണ. നീ എന്തൊക്കെ ന്യായങ്ങൾ പറഞ്ഞാലും അതൊന്നും ആരും വിശ്വസിക്കണമെന്നില്ല. എന്താ, നിനക്കിനി ഒരു കുടുംബജീവിതം വേണ്ടേ? അതൊക്കെയല്ലേ ഏതൊരു പെണ്ണിന്റെ സ്വപ്നം. എനിക്ക് അങ്ങനെയുള്ള സ്വപ്നങ്ങളൊന്നും ഇല്ല ഭാവന. നേരത്തെ ഞാനും കണ്ടിരുന്നു അങ്ങനെയുള്ള സ്വപ്നങ്ങള്. പക്ഷെ ഇപ്പൊ അങ്ങനൊന്നുമില്ല. നീ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കില്ല മനസ്സ്. ഇപ്പം നിനക്ക് അങ്ങനെ ഒരു ചിന്തയില്ലാതാവാൻ കാരണം എന്താ? നിന്റെ വയറ്റിൽ വളരുന്ന ഞങ്ങളുടെ കുഞ്ഞ് എന്താ ശരിയല്ല? അതുകൊണ്ട് ഈ വിവരം അറിഞ്ഞപ്പോ മുതല് ഞങ്ങൾ ഈ തീരുമാനത്തെ എതിർത്തത്. പക്ഷെ അമ്മയും താനും അതൊന്നും കാര്യമായിട്ട് എടുത്തില്ല. ഇപ്പൊ എല്ലാം കൈവിട്ടു പോയില്ലേ? ഒരിക്കലും ഇല്ല സൂര്യ. നിങ്ങൾ ഇതുപോലെ എന്നോടൊപ്പം ഉണ്ടെങ്കിൽ എനിക്ക് ഒരു പ്രശ്നവുമില്ല. ഞങ്ങൾ നിന്നോടൊപ്പം അല്ലാതെ പിന്നെ എവിടെ പോവാനാ? നമ്മൾ വിഷമിക്കുന്ന പോലെ തന്നെ നമ്മുടെ വീട്ടുകാർക്കും നല്ല വിഷമമുണ്ട്. എനിക്കിപ്പോ ഇങ്ങനൊരു ഭാഗ്യം കിട്ടിയെങ്കിലും ഇതിൽ 100% സന്തോഷിക്കുന്ന ഒരാളും ഇന്നിവിടെ ഉണ്ടാവില്ല. അതറിയോ മാനസിക്ക്? ഇതൊക്കെ നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ മനസ്സാ. ഭാവനെ, മനസ്സിനൊരു സമാധാനവും ഇല്ല. ഇനി എന്റെ റോൾ എന്താണെന്ന് പോലും എനിക്കറിയില്ല. താനിപ്പോ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. എന്തായാലും തന്റെ ഡെലിവറി കഴിയുന്നത് വരെ എന്തും തരണം ചെയ്തല്ലേ പറ്റൂ. നിവർത്തിയില്ലെങ്കിൽ നമുക്ക് ഈ നാട്ടിൽ നിന്ന് തന്നെ മാറി നിൽക്കാം. അപ്പൊ പിന്നെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ലല്ലോ. എനിക്കറിയില്ല സൂര്യ. എന്തായാലും നിങ്ങൾ തീരുമാനിക്കുന്നതിനൊപ്പം ഞാനും കാണും. ഞാൻ കാരണം നിങ്ങൾക്ക് ഒരു വിഷമം ഉണ്ടാവാൻ പാടില്ല. ഞങ്ങൾക്ക് നിന്നോട് പറയാനുള്ളത് അത് തന്നെയാ. ഞങ്ങളെ കാരണം നിന്റെ ഭാവി ജീവിതം നശിക്കാൻ പാടില്ല. അച്ഛനെയും അമ്മയും മാത്രമേ എനിക്കിപ്പോ പേടിയുള്ളൂ. ഞാൻ ആദ്യം അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അവരുടെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് അറിയില്ലല്ലോ. കഴിയുന്നതും ഇനി അച്ഛനും അമ്മയും കേസിന്റെ പിന്നാലെ ഒന്നും പോവരുത്. അതിന് എന്താ വഴിയെന്ന് നോക്കണം. അക്കാര്യമൊന്നും ഓർത്ത് താൻ വിഷമിക്കണ്ട. എല്ലാത്തിനും ഞാൻ വഴി കണ്ടിട്ടുണ്ട്. ഇനി ഒരു പ്രശ്നം ഉണ്ടാവാതെ ഞാൻ നോക്കിക്കോളാം. അത് മതി സൂര്യ. ഇല്ലെങ്കിൽ
നമ്മുടെ കുടുംബത്തിന് തന്നെയാവും നാണക്കേട്. അറിയാലോ, ഒരു വാർത്ത കിട്ടാൻ വേണ്ടി കാത്തിരിക്കാൻ മാധ്യമങ്ങള്. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാൻ ഗായത്രി. ഭാവനയെ അവിടെ തന്നെ നിർത്തണമെന്ന് ജയനിർമ്മല വാശി പിടിച്ച നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാവോ? സൂര്യയും ഭാവനയും മറ്റൊരു വീട്ടിലേക്ക് മാറി താമസിക്കാൻ പറയണം. സൂര്യ നമ്മുടെ വീട്ടിൽ നിന്നാലല്ലേ കുഴപ്പമുള്ളൂ. അവർക്കായിട്ടൊരു വീടോ ഫ്ലാറ്റോ ഉണ്ടെങ്കിൽ ആ പ്രശ്നം വരില്ലല്ലോ. അയ്യോ, അങ്ങനെ മാറി താമസിക്കാൻ ജയ സമ്മതിക്കത്തില്ല. സൂര്യമോനും അതിന് തയ്യാറാവില്ല. ഒന്നാമതേ ജയ ഒരു അസുഖക്കാരിയാ. അതിന്റെ കൂടെ സൂര്യയും ഭാവനും കൂടി ഇങ്ങനൊരു തീരുമാനവും കൂടി എടുത്താൽ പിന്നെ നടക്കുന്ന തന്നെ വേറെ ആയിരിക്കും. വെലിച്ച, അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കാനും പറയാനൊന്നും പോകണ്ട. ഭാവന ഇനി നമ്മൾ അങ്ങോട്ട് പറഞ്ഞേക്കുന്നില്ല. ഭാവനയുടെ പ്രസവം കഴിയുന്നവരെ അവളെ നമ്മൾ നോക്കും. സേതുവിന്റെ അഭിപ്രായം തന്നെയാ എന്റെ. നമ്മളിവിടെ ആരെയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഭാവനയ്ക്ക് ഒരിക്കൽ ഒരു ചതി പറ്റിയതാ. ഇനി ഒരിക്കൽ കൂടി ചതി പറ്റാതിരിക്കാനാണ് നമ്മൾ നോക്കേണ്ടത്. ഭാവന അവിടേക്ക് പോകുന്നില്ല എന്ന് പറയുമ്പോഴേ ആന്റി പ്രശ്നം ഉണ്ടാക്കും. അത് അപ്പോഴല്ലേ. അപ്പൊ എന്താ വേണ്ട ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ആ, സേതുവേട്ടൻ ഒന്നും പറയാൻ നിൽക്കണ്ട. എന്താ വേണ്ടേന്ന് ഭാവനയും സൂര്യൻ വേണം തീരുമാനിക്കാൻ. നമ്മൾ അവരോട് നമ്മുടെ അഭിപ്രായം പറയണം. അപ്പൊ അവരത് ജയോടും ദേവനോടും പറഞ്ഞോളൂ. ദേവൻ എതിർപ്പൊന്നും കാണില്ല. ദേവൻ സൂര്യയുടെ ഭാഗത്തേ നിൽക്കൂ. എന്തായാലും ഭാവനോട് ഇക്കാര്യം ഏട്ടനും ഏട്ടത്തെയും സംസാരിക്കണം. എന്നിട്ട് നമുക്ക് സൂര്യയോട് പറയാം. ഇപ്പൊ രണ്ടുപേരോടും ഉണ്ടല്ലോ, രണ്ടുപേരോട് ഒരുമിച്ച് തന്നെ പറയാം. അവര് തീരുമാനിക്കട്ടെ. ആ, ജയനിർമ്മല ഉറപ്പായിട്ടും എതിർക്കും. അവൾ ഇനി അടുത്ത അടവുമായിട്ടായിരിക്കും വരുന്നത്. എന്തായാലും മാനസ ജയനിർമ്മല തള്ളിക്കളയാനും പോകുന്നില്ല, ഭാവനെ സ്വീകരിക്കാനും പോകുന്നില്ല. ആ, പറഞ്ഞു തീർന്നില്ല, ദേ വരുന്നുണ്ട്. ജാനകി വിജയവത്മനൊക്കെ എപ്പ എത്തി? ആ, കുറച്ചു നേരമായി. എല്ലാവരും ലഡ്ഡു എടുക്ക്. ഭാവന ഒരു അമ്മയാവാൻ പോവല്ലേ?